ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധവും ഇറാൻ പ്രതിസന്ധിയും ആഗോളതലത്തിൽ വൻ യുദ്ധഭീതി ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്കയും ചൈനയും തമ്മിൽ കടുത്ത നയതന്ത്ര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഇറാന്റെ സൈനിക നീക്കങ്ങൾക്കെതിരെയും കപ്പൽപാതയിലെ മൈൻ നിക്ഷേപങ്ങൾക്കെതിരെയും അമേരിക്ക കൊണ്ടുവന്ന പ്രമേയത്തെ യുഎന്നിൽ ചൈന പരസ്യമായി എതിർത്തതോടെയാണ് ഇരു വൻ ശക്തികളും തമ്മിലുള്ള തർക്കം പുതിയൊരു തലത്തിലേക്ക് ഉയർന്നത്. ഡൊണാൾഡ് ട്രംപ് ബീജിംഗ് സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ചൈന ഈ കടുത്ത നിലപാട് സ്വീകരിച്ചത് എന്നത് അന്താരാഷ്ട്ര നിരീക്ഷകരെ പോലും ഞെട്ടിച്ചിട്ടുണ്ട്. ആഗോള ഊർജ്ജ വിപണിയുടെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളും ഖനന പ്രവർത്തനങ്ങളും അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്നതായിരുന്നു അമേരിക്കൻ പിന്തുണയോടെ തയ്യാറാക്കിയ ഈ പ്രമേയം. ഈ നിർണായക സമുദ്രപാതയിലൂടെയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുന്നത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുമെന്ന വാദമാണ് വാഷിംഗ്ടൺ UN രക്ഷാസമിതിയിൽ ഉയർത്തിയത്. എന്നാൽ ഈ നീക്കത്തിന് പിന്നിൽ ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്താനും മേഖലയിൽ അമേരിക്കൻ ആധിപത്യം ഉറപ്പിക്കാനുമുള്ള രാഷ്ട്രീയ അജണ്ടയാണെന്നാണ് ചൈന വിലയിരുത്തുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ ചൈനീസ് അംബാസിഡർ ഫു കോങ് അമേരിക്കയുടെ പ്രമേയത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക കൊണ്ടുവന്ന പ്രമേയത്തിന്റെ സമയവും അതിലെ ഉള്ളടക്കവും ഒട്ടും അനുയോജ്യമല്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് പകരം ഇത്തരം ഏകപക്ഷീയമായ പ്രമേയങ്ങൾ പാസാക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ചൈനയുടെ ഈ പരസ്യമായ നിലപാട് അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികളെ സമിതിയിൽ പ്രതിരോധത്തിലാക്കി. അമേരിക്ക കൊണ്ടുവന്ന പ്രമേയം UN രക്ഷാസമിതിയിൽ വോട്ടെടുപ്പിന് വരികയാണെങ്കിൽ ചൈനയും റഷ്യയും സംയുക്തമായി തങ്ങളുടെ വീറ്റോ അധികാരം ഉപയോഗിച്ച് അതിനെ വെട്ടിനിരത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രക്ഷാസമിതിയിലെ സ്ഥിരം അംഗങ്ങളായ ചൈനയുടെയും റഷ്യയുടെയും പിന്തുണ ഇറാൻ ഉണ്ടെന്നത് അമേരിക്കയുടെ നീക്കങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ്. ഗൾഫ് മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചു നിർത്താൻ ഇറാനെ സംരക്ഷിക്കേണ്ടത് റഷ്യയുടെയും ചൈനയുടെയും നിലനിൽപ്പിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയുമായി ബീജിംഗിൽ നടത്തിയ നിർണായക ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെയാണ് ഈ നയതന്ത്ര ഏറ്റുമുട്ടൽ എന്നത് ശ്രദ്ധേയമാണ്. വ്യാപാര നയതന്ത്ര തലങ്ങളിൽ ചൈനയുമായി ഒരു ധാരണയിലെത്താൻ ട്രംപ് ശ്രമിക്കുന്നതിനിടയിലാണ് UNൽ ചൈന അമേരിക്കയ്ക്ക് അപ്രതീക്ഷിത പ്രഹരം നൽകിയത്. ട്രംപിന്റെ സന്ദർശന വേളയിൽ ചൈന പുലർത്തിയ നയതന്ത്ര മര്യാദകൾ കേവലം താൽക്കാലികമായിരുന്നുവെന്നും തങ്ങളുടെ തന്ത്രപ്രധാന പങ്കാളിയായ ഇറാന്റെ കാര്യത്തിൽ ബീജിംഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും ഈ നീക്കം വ്യക്തമാക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം ചൈനയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ ഒരു വിഷയമാണ്. ചൈനയിലേക്കുള്ള അസംസ്കൃത എണ്ണയുടെ വലിയൊരു പങ്ക് കടന്നു പോകുന്നത് ഈ പാതയിലൂടെയാണ്. എന്നിരുന്നാലും ഈ പ്രതിസന്ധിക്ക് കാരണം അമേരിക്ക ഇറാനും യമനിലെ ഹൂത്തികൾക്കും മേൽ നടത്തുന്ന അനാവശ്യമായ സൈനിക സമ്മർദ്ദമാണെന്നാണ് ബീജിംഗ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങുന്നത് തങ്ങളുടെ ഊർജ്ജ സുരക്ഷയെ അമേരിക്കയുടെ കാരുണ്യത്തിന് വിട്ടുകൊടുക്കുന്നതിന് തുല്യമാണെന്ന് ചൈന കരുതുന്നു. ഈ നയതന്ത്ര പോരാട്ടത്തിൽ ചൈനയ്ക്ക് റഷ്യ നൽകുന്ന ശക്തമായ പിന്തുണ അന്താരാഷ്ട്ര തലത്തിൽ പുതിയൊരു ചേരിതിരിവ് വ്യക്തമാക്കുന്നുണ്ട്. യുക്രൈൻ യുദ്ധത്തിനു ശേഷം അമേരിക്കയുമായി കടുത്ത ശത്രുതയിലായ റഷ്യ മധ്യപൂർവേഷ്യയിൽ അമേരിക്കയെ പ്രതിരോധിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാൻ തയ്യാറല്ല. UNൽ ചൈനയും റഷ്യയും ഒന്നിച്ചു നിൽക്കുന്നത് വരും ദിവസങ്ങളിൽ രക്ഷാസമിതിയെ പൂർണ്ണമായും നിശ്ചലമാക്കാൻ പോകുന്നൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അമേരിക്കൻ പ്രമേയത്തെ ചൈന നോട്ട് ഹെൽപ്ഫുൾ എന്ന് വിശേഷിപ്പിച്ചത് വാഷിംഗ്ടണിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ട്രംപ് ഭരണകൂടം ഈ പ്രസ്താവനയെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ചൈന അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നും കടൽ കൊള്ളയ്ക്കും ഭീകര പ്രവർത്തനങ്ങൾക്കും തുല്യമായ ഇറാന്റെ മൈൻ നിക്ഷേപങ്ങളെ ബീജിംഗ് ന്യായീകരിക്കുകയാണെന്നും അമേരിക്കൻ വിദേശകാര്യ വക്താക്കൾ കുറ്റപ്പെടുത്തുന്നു. ഗൾഫ് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് UN പ്രമേയം അത്യാവശ്യമാണെന്ന വാദത്തിൽ അമേരിക്ക ഉറച്ചു നിൽക്കുകയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ നേരിടാൻ സഖ്യകക്ഷികളെ ഏകോപിപ്പിച്ചുകൊണ്ട് സമുദ്ര സുരക്ഷ ശക്തമാക്കാനാണ് അമേരിക്കയുടെ നീക്കം. എന്നാൽ രക്ഷാസമിതിയിൽ പ്രമേയം പരാജയപ്പെടുകയാണെങ്കിൽ UNനെ മറികടന്ന് ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങളിലേക്ക് അമേരിക്ക കടക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. ഈ പ്രതിസന്ധി കേവലം ഒരു പ്രമേയത്തിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് ഏഷ്യ പസഫിക് മേഖലയിലും മധ്യപൂർവേഷ്യയിലും തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ
വൻ ശക്തികൾ നടത്തുന്ന വലിയൊരു ചെസ് കളിയുടെ ഭാഗമാണ്. ഇറാന്റെ ആണവ പദ്ധതികളെയും പ്രാദേശിക സ്വാധീനത്തെയും തകർക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ തങ്ങളുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ സുപ്രധാന ഭാഗമായ ഇറാനെ തകരാൻ അനുവദിക്കില്ലെന്ന വാശിയിലാണ് ചൈന. യുഎന്നിലെ ഈ നയതന്ത്ര യുദ്ധം ഹോർമൂസ് കടലിടുക്കിലെ യാഥാർത്ഥ്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും. ചൈനയുടെ പരസ്യമായ പിന്തുണ ലഭിച്ചതോടെ ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിക്കാനാണ് സാധ്യത. അമേരിക്കൻ ഉപരോധങ്ങളെയും ഭീഷണികളെയും അവഗണിച്ചുകൊണ്ട് കടലിടുക്കിൽ കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ ചൈനീസ് നിലപാട് ഇറാനെ പ്രേരിപ്പിച്ചേക്കാം. അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ യുഎന്നിൽ ഉണ്ടാകുന്ന ഭിന്നത പരിഹരിക്കപ്പെടാതിരുന്നാൽ അത് ലോകമെമ്പാടുമുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയായി മാറും. സമാധാനപരമായ ചർച്ചകൾക്ക് ചൈന ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും പ്രായോഗികമായ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങാൻ ഇരുവിഭാഗവും തയ്യാറാകുന്നില്ല. ചൈനീസ് നയതന്ത്രജ്ഞനായ ഫൂകോങ്ങിന്റെ പ്രസ്താവനയിലൂടെ ബീജിംഗ് ഒരു കാര്യം ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അമേരിക്കയുടെ ഏകപക്ഷീയമായ ലോക പോലീസ് ചമയൽ ഇനി നടപ്പില്ല എന്നതാണ്. മധ്യപൂർവേഷ്യയിലെ ഏത് സുപ്രധാന തീരുമാനങ്ങളിലും തങ്ങളുടെ നിലപാട് നിർണായകമായിരിക്കുമെന്ന് ചൈന തെളിയിച്ചിരിക്കുന്നു. ഇത് ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയങ്ങൾ കേൾക്കുന്ന വലിയൊരു ആഘാതമാണ്. വരും ദിവസങ്ങളിൽ യുഎൻ രക്ഷാസമിതിയിൽ നടക്കാൻ പോകുന്ന ചർച്ചകൾ അതീവ നിർണായകമായിരിക്കും. ചൈനയും റഷ്യയും തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകാൻ സാധ്യതയില്ലാത്തതിനാൽ അമേരിക്കയ്ക്ക് പ്രമേയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അല്ലെങ്കിൽ പ്രമേയം വോട്ടിനിട്ട് പരാജയപ്പെടുന്നത് കാണേണ്ടി വരും. അത് അമേരിക്കയുടെ അന്താരാഷ്ട്ര പദവിക്ക് വലിയ മങ്ങലേൽപ്പിക്കും. ട്രംപിന്റെ ബീജിംഗ് സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ യുഎന്നിൽ അരങ്ങേറിയ ഈ ചൈന അമേരിക്കൻ പോര് ആഗോള രാഷ്ട്രീയത്തിലെ പുതിയ ശക്തി കേന്ദ്രങ്ങളുടെ മാറ്റത്തെയാണ് കാണിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി ഒരു പ്രാദേശിക തർക്കമല്ലെന്നും അത് ലോകത്തെ രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള നയതന്ത്ര യുദ്ധമായി മാറിക്കഴിഞ്ഞുവെന്നും ഈ സംഭവം അടിവരയിടുന്നു. വരും ആഴ്ചകളിൽ ഈ നയതന്ത്ര പോരാട്ടം സമുദ്ര അതിർത്തികളിൽ നേരിട്ടുള്ള സൈനിക നീക്കങ്ങൾക്ക് കാരണമാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.